ശ്രീലങ്കൻ റെയിൽവേസിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇന്നൊരു ലോങ് യാത്ര പോവുകയാണ്. ഗോൾ എന്നൊരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ഇതൊരു ഹോസ്റ്റലാണ്. റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇപ്പം സമയം 11 മണിയായി. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത് ഉച്ച കഴിഞ്ഞ് 2:30 ആ ഒരു സമയത്താണ്. പക്ഷേ അതുവരെ നമ്മൾ എവിടെ പോകും? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ സമയത്ത് മനു ഒരു ഗാർഡ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്നാ പിന്നെ അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ വേറെ എവിടെയും പോകാൻ കഴിയില്ല, കാരണം നല്ല ചൂടാണ്. ഗോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. അതിന്റെ ഇവിടെ തന്നെയാണ് സെൻട്രൽ ബസ് സ്റ്റേഷൻ. ഇവിടുന്ന് കൊളംബോ ഭാഗത്തേക്ക് ബസ്സൊക്കെ കിട്ടും. ഇവിടുന്ന് ഒരു 200 മീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ആ ഭാഗത്താണ് ഗാർഡനൊക്കെ ഉള്ളത്. ഇവിടെ ഒരു 1.5 ചൂടാണ്. ഒരു 100 മീറ്റർ നടക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പ്രശ്നമാണ്. ഇതൊക്കെ ഓരോരോ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ്. ബസ്സുകളൊക്കെ അടിപൊളിയാണ്. ഇവിടുന്ന് കണ്ട സ്റ്റേഡിയത്തിൻ്റെ ഒരു ഗ്രൗണ്ടൊക്കെ കാണുന്ന പിച്ച് വരെ നമുക്ക് ഇവിടുന്ന് വ്യക്തമായി കാണാം. ബസ് സ്റ്റേഷൻ അവിടെയാണ്. നല്ല വൃത്തിയുള്ള റോഡുകളാണ്. ഗോൾ റെയിൽവേ സ്റ്റേഷൻ, ഗാലി എന്നാണ് തമിഴിൽ. ഇനി ഇതാ ഇവിടെയാണ് നമ്മൾ പോയി ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ട്രെയിൻ ഒരു 2:30 ആകുമ്പോഴാണല്ലോ എത്തുക. അപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ ഇനി ഇങ്ങോട്ട് വരാം. വേറെ പോയി ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലമൊന്നുമില്ല. പിന്നെ ബീച്ചാണുള്ളത്. ബീച്ചിലൊന്നും ഈ ഉച്ച സമയത്ത് പോകാൻ പറ്റില്ലല്ലോ. കടലിൻ്റെ നല്ലൊരു വ്യൂ. ഈ ഭാഗത്താണ് ഗോൾ ഫോർട്ട് വരുന്നത്, ഡച്ച് ഫോർട്ട്. ഈ പാർക്കിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഒരാൾക്ക് 50 LKR. ഇനിയിപ്പോൾ നല്ലൊരു തണൽ നോക്കിയിരിക്കണം. തണലുള്ള ഭാഗത്തൊക്കെ ആൾക്കാർ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബെഞ്ച് ഒഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഈ ഒരു പാർക്കുള്ളത് എന്തോ വലിയൊരു ഭാഗ്യം തന്നെയാണ്. നല്ലൊരു സീറ്റ് തന്നെ ഇവിടെ കിട്ടി. ഇനിയിപ്പം ട്രെയിൻ വരുന്നൊരു സമയം നോക്കി നമുക്ക് അവിടത്തേക്ക് പോവാം. ഇത്രയും നേരം ഇരുന്ന് ഈ പാർക്കിന്റെ പേര് ധർമ്മപാല എന്നാണ്. ഇനി ഇവിടുന്ന് സ്റ്റേഷനിലോട്ട് പോവാം. കൊളംബോ ഭാഗത്തേക്കുള്ള അടുത്ത ട്രെയിൻ ഉള്ളത് 2:50 പിന്നെ 1:50 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അത് സൺഡേ ഓൺലി, ഞായറാഴ്ച മാത്രമുള്ള ഒരു ട്രെയിനാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കാം. പിന്നെ ഇവിടെ തന്നെ സിറ്റി വ്യൂ, അതായത് റെസ്റ്റോറൻറ്റും ഇവിടെ തന്നെ റൂംസൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ അകത്ത് തന്നെ. ഇതടുത്ത കൊളംബോയിലേക്കുള്ള ട്രെയിൻ 2:50 പറഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ഞാൻ ആ സമയം നോക്കി മനസ്സിലാക്കിയതാണ്. സിംഹളയാണ് എഴുതിയിട്ടുള്ളത്. ആദ്യം ടിക്കറ്റ് എടുക്കാൻ തന്നത് ഇവിടെയാണ്. ഈ ശ്രീലങ്കയിൽ അൺറിസർവ്ഡ് എന്ന് പറഞ്ഞാൽ 2nd ക്ലാസ്സും ഉണ്ട്, 3rd ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് അതിൽ 2nd ക്ലാസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ ഉള്ളത് ഇവിടെയാണ്. 3rd ക്ലാസ്സിൽ കുറച്ചും കൂടെ ആൾക്കാരുണ്ടാവും. 2nd ക്ലാസ്സിൽ അത്ര തിരക്കുണ്ടാവില്ല. ട്രെയിനിൻ്റെ സമയം അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഒക്കെ കാണിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട്. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാണ് 2:50. പ്ലാറ്റ്ഫോം നമ്പർ 1 വരിക. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് അകത്തേക്ക് കയറേണ്ടത്. ശ്രീലങ്കയിൽ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ കയറണമെങ്കിൽ ടിക്കറ്റ് മസ്റ്റാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1. അപ്പോൾ ഇതന്നെയാണ് 1. എന്തായാലും ട്രെയിൻ വരാൻ കുറച്ചും കൂടെ സമയമുണ്ട്. ഇതൊരു
ടെർമിനസ് സ്റ്റേഷനാണ് ഇവിടെ അവസാനിച്ച്. അപ്പോൾ ഇവിടുന്ന്, അതായത് ഈ കൊളംബോ ഭാഗത്തുനിന്ന് ബലിയാട്ടയിലേക്ക് പോകുന്ന ട്രെയിനൊക്കെ ഇവിടെ വരും. ഇവിടുന്ന് പിന്നെ ലോക്കോ റിവേഴ്സ് ചെയ്തിട്ടാണ് ബലിയാട്ട ഭാഗത്തേക്ക് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ക്യാൻറ്റീനാണ്. ഇവിടുന്ന് 2 റോള് വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് വെജിറ്റബിൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ ചിക്കൻ, അതായത് നോൺ വെജ് ഐറ്റം ഒന്നുമില്ല. ശ്രീലങ്കൻ റെയിൽവേസിൽ കോച്ചുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറയാം. നമ്മളിപ്പോൾ 2nd ക്ലാസ്, 3rd ക്ലാസ്, 1st ക്ലാസ് അങ്ങനെ ഓരോ കോച്ചുകൾ ബുക്ക് ചെയ്യുമല്ലോ. അപ്പം അതിൻ്റെ ആ പേര് എഴുതുന്നത് ഇതാ ഇവിടെയാണ്. ഈ TC എന്ന് കാണുന്നതില്ലേ, ഇതാണ് 3rd ക്ലാസ്. അതുപോലെ തന്നെ 1st ക്ലാസ് ആണെങ്കിൽ AFC എന്നാണ് ഉണ്ടാവുക. ഞങ്ങളിപ്പോൾ കൊളംബോ ഭാഗത്തേക്ക് ബുക്ക് ചെയ്തത് 2nd ക്ലാസ് ആണ്. അപ്പോൾ SC എന്നാണ് ഉണ്ടാവുക. ഈ ഒരു കോച്ചിൻ്റെ പുറത്ത് ഇവിടെയാണ് അതിൻ്റെ ആ ഒരു ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവുക. ട്രെയിനിനിപ്പം ഈ പ്ലാറ്റ്ഫോമിലേക്കാണ് വരേണ്ടത്. ഒരു 20 മിനിറ്റും കൂടെ എടുക്കും ട്രെയിൻ ഇവിടെ എത്താൻ. പോകാനുള്ള ട്രെയിൻ വരുന്നത് ബലിയാട്ടേന്നാണ്. നേരെ ക്യാൻറ്റീനിലേക്ക് പോകുന്ന ട്രെയിനാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു 3.5 മണിക്കൂറിന്റെ അടുത്ത് നമുക്ക് യാത്ര എന്തായാലും വരും. അതുപോലെ തന്നെ കോസ്റ്റൽ ലൈനിനെ കൂടെയുള്ള യാത്രയാണല്ലോ. ടിക്കറ്റ് ചാർജ് പറയുകയാണെങ്കിൽ ഇവിടുന്ന് 2nd ക്ലാസ്സിന് വന്നത് കൊളംബോ ഫോർട്ട് വരെ ഒരാൾക്ക് 500 ലങ്കൻ റുപ്പീസാണ്. അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 145 രൂപയോളം വരും. 2:36 പോകാനുള്ള ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. ഇതൊക്കെ 3rd ക്ലാസ് ആണ്, TC. ഏത് ക്ലാസ്? ഇതും TC 3rd ക്ലാസ്. ദൈവം ഇടുന്നില്ല, ആൾക്കാരൊന്നും ഇല്ല കയറാൻ. ഓ, അപ്പൊ അതാണ് TV. ഇത് ഏത് ക്ലാസ് ആണോ? TV. ഇത് SC 2nd ക്ലാസ്. അപ്പൊ ഇവിടെയാണിത്. ഇതിന്റെ അകത്ത് ഇവിടെയുണ്ട് സീറ്റ്. 2nd ക്ലാസ്സും 3rd ക്ലാസ്സും തമ്മിലുള്ള സീറ്റിന്റെ ഒരു വ്യത്യാസം ഇങ്ങനെയാണ്. 2nd ക്ലാസ്സിൽ ഇങ്ങനെയാണ് സീറ്റിംഗ് വരിക. ഇത് പുഷ് പാക്കിംഗ് സീറ്റാണ്. ഇനിയിപ്പോൾ ഇവിടെ നേരെ 3rd ക്ലാസ്സിൻ്റെ ഭാഗത്തേക്ക് പോവാം. ശരിക്കും 3rd ക്ലാസ് എടുത്താൽ മതിയായിരുന്നു. 3rd ക്ലാസ് ഇതല്ല, ഇതിൻ്റെ മുന്നിലുള്ളതാണ്. ഇത് തന്നെയാണ് 3rd ക്ലാസ്. 3rd ക്ലാസ്സിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഇങ്ങനെയാണ്. അത് പുഷ് പാക്കിംഗ് ആണെങ്കിൽ ഇത് നോർമലി സീറ്റ്. ഇതായാലും നല്ല കംഫർട്ടബിൾ സീറ്റ് തന്നെയാണ്. കോച്ചിൻ്റെ ഉൾഭാഗത്തെ കൂടെ ഒക്കെ നമുക്ക് നടക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ലോക്കോ റിവേഴ്സലുണ്ട്. അപ്പോൾ ആ ഒരു ലോക്കോമോട്ടീവ് അവിടുന്ന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരും. ഇത് കടന്നു വരികയാണ്. ഇവിടെ എല്ലാം ഡീസൽ തന്നെയാണ്. അപ്ലൈ ചെയ്യണം. ഇനി
ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ട്രെയിൻ പുറപ്പെടും. രണ്ടേ 50 ഗോളിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇതാണ് ബലിയാട്ടയിലേക്കുള്ളത് കോസ്റ്റൽ ലൈൻ. അതായത് മർദാന മുതൽ ബലിയാട്ട വരെ. ഇപ്പം 80 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലംകോട സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രെയിൻ ഇറങ്ങി പുറത്തേക്ക് പോകുന്നവരെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങിച്ചു വെക്കുന്നുണ്ട് ഇവര്. ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ. ഈ ട്രെയിനിൽ മുഴുവനും ലോക്കൽ കോച്ചുകളാണ്. അതായത് 3rd ക്ലാസ്സും 2nd ക്ലാസ്സും. പിന്നെ ഈ ട്രെയിൻ മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് വേഗത കൂടുതലും സ്റ്റോപ്പുകൾ കുറവുമാണ്. ഇത് സിംഗിൾ ലൈനാണ്. ക്രോസിങ് വണ്ടി വരുന്നുണ്ട്.
യാത്ര ചെയ്ത ട്രെയിൻ ഇതായിരുന്നു. ട്രെയിൻ പെട്ടെന്നാണ് നിന്നത്. എന്താണ് റീസൺ എന്നറിയില്ല. അങ്ങ് അവിടെ ഒരു ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട്. ആ ട്രെയിന് ഇതുവഴി പോകാൻ വേറെ ട്രാക്കൊന്നുമില്ല. അപ്പോൾ ഈ ട്രെയിൻ, നമ്മുടെ ട്രെയിൻ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനിങ്ങോട്ട് വരാനായി പറ്റുള്ളൂ. ലോക്കോമോട്ടീവിൻ്റെ അവിടെ എന്തോ ആയതാണെന്നാണ് തോന്നുന്നത്. പനപുര സ്റ്റേഷൻ. ഈ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ അൺറിസർവ്ഡ് ടിക്കറ്റ് ആണല്ലോ, നല്ല തിരക്കൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തേർഡ് ക്ലാസ് എടുക്കാതെ സെക്കൻഡ് ക്ലാസ് എടുത്തത്. സെക്കൻഡ് ക്ലാസ്സിലും തിരക്കില്ല, തേർഡ് ക്ലാസ്സിലും തിരക്കില്ല. ഈ ട്രെയിനിൽ പൊതുവെ ഇന്ന് തിരക്ക് കുറവാണ്. വേറൊരു ട്രെയിൻ കടന്നു വരികയാണ്. ഈ ട്രെയിൻ ഓവർടേക്ക് ചെയ്യുകയാണ്. ഇത് ബലിയാട്ട ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ഇനിയും ഒരുപാട് അടുത്തൂടെ പോകാനുണ്ട്. കടൽ ഭിത്തിയുണ്ട്, അതുകൊണ്ട് ട്രാക്കിലേക്ക് അധികം വെള്ളം കയറില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മൊറട്ടുവ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇനി കൊളംബോ വരെ കടലിൻ്റെ തീരം വഴി തന്നെയാണ് യാത്ര ചെയ്യുന്നത്.
അതായത് അത്രയും അടുത്ത്. ഈ റെയിൽ ട്രാക്കിൻ്റെയും കടലിൻ്റെയും നടുക്ക് ഒരുപാട് വീടുകളുണ്ട്. ഇതാ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണിത്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടുള്ള കടല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ തണ്ണിമത്തൻ്റെ പീസൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ പേരക്ക, അങ്ങനത്തെ ഒക്കെ ഐറ്റങ്ങൾ ഈ ട്രെയിനിൽ കൂടെ പോകുന്നുണ്ട്. യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ ഒരു കുപ്പി വെള്ളമാണെന്ന് ചോദിച്ചാലൊന്നും കിട്ടൂല കേട്ടോ. വെള്ളം, കുപ്പി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് വേണം വരാൻ. അതുപോലെ തന്നെ വലിയ ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ ഈ പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നില്ല. എത്ര അടുത്താണെന്ന് നോക്കി. കടലിനെയും നോക്കിക്കൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യാം. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇതിന് ശ്രീലങ്ക തന്നെ വരണം. നല്ല ചാട്ടമുണ്ട് ട്രെയിൻ. അങ്ങനെ കൊളംബോ നഗരത്തിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. അഞ്ച് 25 ട്രെയിൻ ഇതാ കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ ട്രെയിനിൽ കയറാൻ നല്ല തിരക്കുണ്ട്. നേരെ ക്യാൻറ്റീനിലേക്കാണല്ലോ പോകുന്നത്.
കൊളംബോയിലെ ലോട്ടസ് ടവർ ആണ് ഈ തൊട്ട് മുന്നിലേക്ക് കാണുന്നത്. ഇവിടത്തേക്ക് വേറൊരു ട്രെയിൻ അങ്ങനെ കടന്നു വരികയാണ്. ഇതിലൊക്കെ നല്ല തിരക്കാണ്. വണ്ടി അതിന്റെ ലോക്കോ മാത്രമാണ് ഇവിടുന്ന് ഇപ്പൊ പോകുന്നത്. ഇനി ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഒരു 1.5 യാത്ര തന്നെ അല്ലേ? തിരക്ക് പ്രതീക്ഷിച്ച് കയറുക. നേരത്തെ പറഞ്ഞാണ് പക്ഷെ തിരക്കൊന്നും ഇല്ല, തിരക്കേ ഇല്ല. പക്ഷെ ഇനി വൈകുന്നേരം തിരക്കുണ്ടാവും. ഇനി ഈവനിങ് ആയതുകൊണ്ട് ഇനി തിരക്കുണ്ടാവും. ഇത് 4ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. 1ാം നമ്പർ പ്ലാറ്റ്ഫോം ഇതാണ്. മർദാന ഭാഗത്തേക്ക് പോകുന്ന ഒരു ട്രെയിനാണിത്. നമ്മളെടുത്ത ടിക്കറ്റ് ഇവർക്ക് ഇവിടെ കൊടുക്കണം. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ ടിക്കറ്റ് വേണമായിരുന്നല്ലേ? ടിക്കറ്റ് കൊടുക്കാതെ അവര് വിടില്ല. ആ ടിക്കറ്റൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാമായിരുന്നു. അത് ഞാൻ വിചാരിച്ച കാര്യമാണ്. കാരണം ശ്രീലങ്കയിൽ വന്ന് യാത്ര ചെയ്ത സമയത്ത് അതിൻ്റെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഓർമ്മ ആണല്ലോ. തീർച്ചയായിട്ടും നടക്കൂല കാര്യം. പിന്നെ വേറെ കാര്യം, ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ പ്രിന്റ് ഔട്ട് കാര്യമുണ്ട്. ഓൺലൈൻ വഴി എടുക്കുന്നതിന്റെ എല്ലാം നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുൻഭാഗത്തെ ബസ് സ്റ്റോപ്പ്. അതിൽ ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. അല്ല, നമ്മളും ഫോറിനേഴ്സ് ആണ്. നമ്മളും ഫോറിനേഴ്സ് ആണ്. ആ, എപ്പോഴും അങ്ങനെ അത് പറഞ്ഞത് ശീലായിപ്പോയി. കൊളംബോയിൽ ഞങ്ങൾ ആദ്യമായി വന്നിറങ്ങിയ സമയം മുതൽ തന്നെ നടന്നു പോയ വഴികളാണ് ഇതൊക്കെ. ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെ. ഈ ഭാഗത്താണ് ബസ് സ്റ്റാൻഡ്, അതായത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡ്. ഈ യാത്ര തുടങ്ങുന്നതിന് മുന്നേ വിചാരിച്ചത് ലോക്കൽ കമ്പാർട്ട്മെന്റ് അല്ലേ, നല്ല തിരക്കൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരു തിരക്കും ഉണ്ടായില്ല, സുഖകരമായ യാത്രയായിരുന്നു. കോസ്റ്റൽ ലൈൻ വഴിയുള്ള യാത്ര, കടൽ തീരൊക്കെ കണ്ടുള്ള മനോഹരമായ ഒരു ട്രെയിൻ യാത്രയായിരുന്നു ഇന്ന്. ഇനി അടുത്തത് ഞങ്ങൾ ശ്രീലങ്കൻ റെയിൽവേസിന്റെ ഒരു ദീർഘമായ ട്രെയിൻ യാത്ര ചെയ്യുകയാണ്. അതായത് ഞങ്ങൾ ശ്രീലങ്കയിൽ എത്തി ഏറ്റവും ദൂരത്തിൽ ട്രെയിൻ യാത്ര ചെയ്യുന്നതും ഇന്ന് തന്നെയാണ്. ഇന്ന് രാത്രിക്ക് കയറിയാൽ നാളെ രാവിലെ മാത്രമേ അവിടെ എത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രെയിൻ കയറിയ ഗോളൊക്കെ വരുന്നത് ശ്രീലങ്കേന്റെ സദേൺ പ്രൊവിൻസ് ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കൊളംബോ ആകട്ടെ വെസ്റ്റേൺ പ്രൊവിൻസ്. മനു പറഞ്ഞല്ലോ ഒരു ലോങ് യാത്ര പോകുന്നത്, അതെന്ന് പറഞ്ഞാൽ ശ്രീലങ്കയുടെ ഈസ്റ്റേൺ പ്രൊവിൻസ് ഭാഗത്തേക്കാണ്. അപ്പൊ എന്താ പറയാ, അതിന്റെയൊക്കെ കിടിലൻ ആ യാത്രക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ ബൈ.